നമസ്കാരം. ദേശീയപാത യാത്ര ചാലക്കുടി മണ്ഡലം പിന്നിട്ട് മെട്രോ മണ്ഡലമായ എറണാകുളത്തെത്തി. ഒപ്പം തന്നെ ഇടുക്കി ലോക്സഭാ മണ്ഡലം, ഈ രണ്ട് മണ്ഡലങ്ങളിലൂടെയാണ് നമ്മളിന്ന് യാത്ര ചെയ്തത്. പ്രമോദ് സാർ, നമ്മൾ ഇത്രയും ദിവസം യാത്ര ചെയ്തതുപോലെയല്ല, വലിയ തിരക്കുള്ള ഒരു സ്ഥലത്തേക്ക് കൊച്ചിയിലെത്തിയപ്പോൾ ആകെ മാറി, ഒരു പൊളി വൈബ് എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് മാറി അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് പല നിലയ്ക്കും അതെ. ഇപ്പോൾ ഒന്ന്, എല്ലാ മെട്രോ സിറ്റീസിനെ പോലെയും തന്നെ വളരെയധികം ആക്ടിവിറ്റീസ് ഇങ്ങനെ നടക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഒരു വാണിജ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് വളരെ സജീവമായിട്ടുള്ള ഒരു നഗരമാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകളും, അപ്പോൾ അതിലെ പുതിയ തലമുറ, ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ ഒരു സുഭാഷ് പാർക്ക്, ഈ കൊച്ചിക്കായലിനരികെയുള്ള ഈ സുഭാഷ് പാർക്കിൻ്റെ അടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ വേറൊരു ലോകത്താണ്. അത് സാധാരണ നിലയിൽ നമ്മളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ ഒരു മണ്ഡലത്തിൽ തന്നെ അല്ല അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതമുണ്ട്, അവരവരുടേതായിട്ടുള്ള തിരക്കുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ മെട്രോ നഗരങ്ങളും മിക്കവാറും തെരഞ്ഞെടുപ്പിനോട് സ്വീകരിക്കുന്ന ഒരു സ്വഭാവം അതാണ്. എത്ര ആളോട് നമ്മൾ ഇവിടെ വോട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പകുതിയിൽ കുറവേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാവരും കൊച്ചി കാണാൻ വന്ന ആളുകളായിരിക്കും. അതെ, അങ്ങനെ കാണാം. അപ്പോൾ പലയിടത്തുനിന്നായിട്ട് വന്നു ചേരുന്ന ആളുകൾ. അപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം കൊച്ചിക്കുണ്ട്. പക്ഷെ എന്നാൽ തന്നെയും നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ആദ്യം കണ്ടത് ഹൈബിയാണ്, സിറ്റിംഗ് MP ആയിട്ടുള്ള ഹൈബിയാണ്. പിന്നെ UDF സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും മത്സരിക്കുന്നു. ഹൈബിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തി ഹൈബി. റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു അത്. എറണാകുളം മണ്ഡലം രൂപീകൃതമായതിനു ശേഷം ഏറ്റവും വലിയ ഭൂരിപക്ഷം ഹൈബിക്ക് കഴിഞ്ഞ തവണയാണ് കിട്ടിയത്. മാത്രമല്ല, ഈ ഹൈബിയുടെ പോസ്റ്ററുകൾ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ സാർ അത് ചോദിക്കുകയും ചെയ്തു. ഹൈബിയുടെ പോസ്റ്ററുകൾ ഒരു പ്രത്യേകതയുണ്ട്. ഒരു സിനിമാ നടനൊക്കെ വന്ന് നിൽക്കുന്നത് പോലെ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഹൈബി കഴിഞ്ഞ തവണയും അങ്ങനത്തെ ആയിരുന്നു, ഹൃദയത്തിൽ ഹൈബി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ തവണ വന്നിരുന്നു. ഇത്തവണ അതിനേക്കാൾ, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു പോസ്റ്റർ പ്രചാരണം ഹൈബി നടത്തിയിട്ടുണ്ട്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഹൈബിയുടെ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, അത് ഹൈബിയോട് ചോദിച്ചപ്പോൾ ഹൈബി തന്നെ പറഞ്ഞു, അതൊരു PR വർക്കിന്റെ ഭാഗമാണ്. ഏജൻസികളെ ഏൽപ്പിക്കുക, അത് അനുസരിച്ച് ഡിസൈൻ ചെയ്യിക്കുക, അത് സ്വാഭാവികമായിട്ടും ഈ സമയത്ത് ചെയ്യുന്നതാണ്. പക്ഷെ അതിൽ ഹൈബി പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരു തമാശ എന്താ തോന്നിച്ചാൽ, ഇങ്ങനെ ഈ ചെയ്യുന്നതിനോട് പാർട്ടിക്കാർക്ക് തന്നെ വലിയ യോജിപ്പില്ല ചിലർക്കൊക്കെ. കാരണം അത് ഇപ്പൊ വെച്ചിരിക്കുന്ന പോസ്റ്ററിൽ ഒരു ഭാഗം കാണാനില്ല, ഹൈബിയുടെ ഫുൾ ഫിഗർ ഇല്ല എന്നൊക്കെയുള്ള പരാതികൾ, ന്യൂജൻ പോസ്റ്ററുകളാണ്. അപ്പൊ അതിൽ പിന്നെ ഹൈബിയെ സംബന്ധിച്ച് രണ്ടും, ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്ന വേഷം മഹേഷ് ശ്രദ്ധിച്ചല്ലോ, ശരിക്കും ഖദറും ഈ പിന്നെ ഷാളൊക്കെ ഇട്ടിട്ട്, കോൺഗ്രസിന്റെ ഷാളൊക്കെ ഇട്ടിട്ടാണ്. പക്ഷെ പോസ്റ്ററിൽ നമ്മൾ വേറൊരു ഹൈബി. അപ്പൊ അത് അതെ, അത് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊക്കെ വളരെ മുമ്പേ തന്നെ വലിയ ഹോർഡിങ്സ് ഹൈബിയുടെ, ഹൃദയത്തിൽ ഹൈബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ കണ്ടു. ഞാനതിൽ വേറൊരു കാര്യം, പിന്നീട് നമ്മൾ പിന്നെ LDF സ്ഥാനാർത്ഥിയിലേക്ക് പോകും. പക്ഷെ അതിന് മുൻപ് എനിക്കൊരു ചോദ്യം ചോദിക്കാണ് സാറേ. KV തോമസ് മാഷ് ഇത്രയും കാലം കോൺഗ്രസ് പാളയത്തിലായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ വരെ. അദ്ദേഹം LDFിലേക്ക് വന്നിട്ട്, അല്ലെങ്കിൽ CPM-നോട് അനുഭവം പുലർത്തി ഇടതുവശത്തോട്ട് വന്നതിന് ശേഷം നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷെ വലിയ രീതിയിലൊന്നും വോട്ടിനൊന്നും സ്വാധീനിക്കാൻ സാധ്യതയില്ലെങ്കിൽ പോലും മാഷ് ഒപ്പമില്ലാത്തൊരു ഇതാണ്. മാഷ് ഇതിന്റെ ഒരു പൾസ് അറിയുന്നത്, പ്രത്യേകിച്ച് കൊച്ചിയുടെ ഒക്കെ പൾസ് അറിയുന്നത്, കുമ്പളങ്ങിയുടെ കൊച്ചി ഒക്കെ പൾസ് അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പാളയത്തിൽ ഇല്ലാത്ത ഒരു ഇതെങ്ങനെയാണ് സാർ നോക്കി? അല്ല, അത് ശരിക്കും പറഞ്ഞ ഇപ്പൊ നമ്മൾ വിനോദ് MLA ഒക്കെ ഉണ്ട്. വിനോദ് അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഒരു ടീമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ നയിക്കുന്ന ഒരു മികച്ച ടീമുണ്ട്. ഇപ്പൊ ഷിയാസ് DCC പ്രസിഡന്റായിട്ടുണ്ട്. അത് തന്നെ നല്ല ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രവർത്തകരിൽ പലരും, പുതിയൊരു നേതൃത്വം എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റു പിന്നെ ഇപ്പം നമുക്ക് കാണാവുന്ന, ഇപ്പോൾ ബെന്നി ഇവിടെ ബേസ്ഡ് ആണ്, ചാലക്കുടിയാണ് മണ്ഡലമെങ്കിലും. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഒരു കൂട്ടായ്മയിലൂടെ അവരത് മറികടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. മാത്രമല്ല, ഹൈബി ഇപ്പൊ KV തോമസ് ആദ്യത്തെ തവണ ഹൈബി മത്സരിക്കുന്നൊക്കെ വിചാരിച്ച് നമ്മളൊക്കെ ഇരുന്ന സമയത്ത് KV തോമസ് വന്ന് മത്സരിച്ച്, അതെ, സ്ഥാനാർത്ഥി മാറിയപ്പോ ഡൽഹിയിലുണ്ട് സാർ, അപ്രതീക്ഷിതമായാണ്. അതെ, മാത്രമല്ല അത് ഭയങ്കര പാർട്ടിക്കാർക്ക് തന്നെ വല്ലാതെ ദഹിക്കാൻ കുറച്ച് പാടായിരുന്നു. പക്ഷെ അതിനുശേഷം 2009 വീണ്ടും പിന്നെ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്ത്, തോമസ് മാഷ് വരും എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് അതിനെ മറികടന്ന് ഹൈബി വന്നു. അപ്പോൾ ഹൈബിയെ സംബന്ധിച്ചിടത്തോളം തോമസ് മാഷെ മറികടന്ന ഒരു ചരിത്രമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത് ബാധിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ മാഷാണെങ്കിലും ഒരു എന്താ പറയാ, വോട്ട് പുള്ളറല്ല, അല്ലെങ്കിൽ അതല്ല, മറിച്ച് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. എന്തായാലും ഈടന്റെ മകൻ എന്നുള്ള ഒരു സ്നേഹം പൊതുവെ എറണാകുളംകാർക്ക് ജോർജ് എന്നുള്ളതാണ്. ഞങ്ങൾ സാറ് പറഞ്ഞതുപോലെ തന്നെ അതിനുശേഷം മഹാരാജാസ് മെട്രോ സ്റ്റേഷന് താഴെ ഞങ്ങൾ കുറച്ചു നേരം കാത്തു നിന്നു. നമ്മുടെ LDF സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചർ ഷൈൻ വന്നു. ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. സ്ഥാനാർത്ഥി എടപ്പള്ളിയിൽ നിന്ന് മെട്രോയിൽ കയറിയാണ് വന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു, വളരെ കൃത്യമായ
ഷാർപ്പായ ഉത്തരവാണ് ടീച്ചർ സാറിനോട് സംസാരിച്ചതല്ലേ? അങ്ങനെ ഒരു ക്യാമറക്ക് മുന്നിൽ അവർ ഷൈൻ ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ ചോദ്യങ്ങളോടൊക്കെ വളരെ കൃത്യമായി ഉത്തരം പറഞ്ഞുകൊണ്ട് ഒന്നും രക്ഷയില്ലായിരുന്നു. ഒരു തരത്തിൽ നമുക്ക് അവരെ തോൽപ്പിക്കാം. എൻ്റെ അടുത്ത് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ഇത്? മറ്റേ ഇത് സ്ഥാനാർത്ഥി കളരി മാത്രമല്ല, എറണാകുളത്തെ സമീപകാല ചരിത്രങ്ങൾ, ഇപ്പൊ സെബാസ്റ്റ്യൻ പോളൊക്കെ നേരത്തെ ജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും എറണാകുളത്തെ സമീപകാല ചരിത്രങ്ങളിൽ LDF പൊതുവെ എന്താ പറയാ ഒരു പരിശീലന കളരി ഒരാളെ ഉപയോഗിക്കുന്ന ഒരു ട്രെയിനിങ് ക്യാമ്പ് പോലെയാണ് ഈ സ്ഥാനാർത്ഥി കളരി എന്ന് പറയാവുന്ന രീതിയിൽ. അങ്ങനെ കാണാമോ എന്ന് ചോദിച്ചപ്പോൾ അവര് അങ്ങനെയും കാണാം, അതെ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ജയിക്കാൻ വേണ്ടിയാണ് അങ്ങനെയും കാണാം. കാരണം വെച്ചാൽ പിന്നെ ഇതിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. KJ ഷൈൻ എന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയ്ക്ക് ആളുകളുമായി ബന്ധപ്പെടുന്നതിൽ നിന്നും അവരുടെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അതൊരു കളരിയായി കണ്ടാൽ ഒരു തെറ്റുമില്ല എന്നവർ പറയുന്നുണ്ട്. അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നത് സിന്ധു ജോയി അന്ന് തോമസ് മാഷിനൊപ്പം എത്തിയത് ഏതാണ്ട് ഒരു 10,000-10,000 വോട്ടിന്റെ തൊട്ടടുത്ത് എത്തിയ ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് ഇതൊരു പൂർണ്ണമായി UDF മണ്ഡലമല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ജയിക്കാം. ഇപ്പൊ വിശ്വനാഥ മേനോൻ ജയിച്ചിട്ടുണ്ട്, പിന്നെ സേവ്യർ അറക്കൽ LDFന് വേണ്ടി ജയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ജയിക്കാത്ത ഒരു മണ്ഡലമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും യോജിച്ച ഒരു സാധനം മഹേഷ് അതിനകത്ത് ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ കഴിഞ്ഞ തവണ ഞാൻ ഈ റെക്കോർഡ് ഭൂരിപക്ഷം ഹൈബിയുടെ റെക്കോർഡ് ഹൈബി തന്നെ തിരുത്തുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഹൈബി പറഞ്ഞതെന്ന് വെച്ചാൽ അതിപ്പോൾ അതിനകത്ത് കമന്റ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള 1,61,000 വോട്ടിന്റെ ഭൂരിപക്ഷം അതുണ്ടായത് പല കാരണങ്ങൾ കൊണ്ടാണ്. സത്യത്തിൽ അത് LDF പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധിയുടെ മത്സരം അതുവഴി ഉണ്ടായിട്ടുള്ള ഒരു രണ്ടാമത്തെ കാര്യം പിന്നെ UPA അധികാരത്തിൽ വരുമെന്നുള്ളൊരു പ്രതീക്ഷ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നൊരു തോന്നൽ. അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ട് ആണ് കഴിഞ്ഞ തവണ ആ ഓളത്തിലാണ് അത്രയും വലിയൊരു ഭൂരിപക്ഷം കിട്ടിയത് എന്നത് ഹൈബിയും ഒരർത്ഥത്തിൽ ഇത്തവണ അത് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉറപ്പ് പറയാൻ പറ്റില്ല. അത് തന്നെയാണ് KJ ഷൈനും പറയുന്നത്. ഷൈൻ പറയുന്നത് കഴിഞ്ഞ തവണ ഈ വിജയം എന്ന് പറയുന്നത് ആ പശ്ചാത്തലത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും അത് കാണുന്നുണ്ട്. 2019 അതേ റിസൾട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ഭൂരിപക്ഷം ഹൈബിക്ക് എന്നത് ആരും കാണുന്നില്ല, ഇവർ തന്നെ കാണുന്നില്ല. പിന്നെ മാത്രമല്ല ഒരു സംഘടനാ രംഗത്ത് ഉള്ള ഒരു മികവ്, ഒരു പരിചയമൊക്കെ KJ ഷൈനെ പുതിയ മാത്രമല്ല ഒരു ഫ്രഷ്നെസ് ഉണ്ട് അവർക്ക്. അതൊക്കെ ഒരു നല്ല സാധ്യതയാണ്. ഹൈബിയുടെ കൂടെ ഒരു പടയെ കണ്ടു അല്ലെ വോട്ട് ചോദിക്കാൻ വരുന്ന സമയത്ത് സാറി പറഞ്ഞത് തന്നെയാണ്. കോൺഗ്രസിന്റെ ഒരു പുതിയ തലമുറ നേതാക്കൾ ഇവിടെ വന്നിറങ്ങിയതിന്റെ ഒരു ആവേശം ഹൈബിയുടെ പ്രചാരണത്തിലും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും രണ്ട് പേരും വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ തന്നെയാണ്. വളരെ പ്രസന്റായി ഷൈൻ ടീച്ചർ വോട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈബി പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യം പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ പരിചയപ്പെടുത്തേണ്ടി വന്നു, പിന്നീട് രണ്ടാമതും പോകുമ്പോൾ വേണ്ട പരിചയപ്പെടുത്തേണ്ട അറിയാം. എന്തായാലും ഒരു നല്ല മത്സരം, ശക്തമായ മത്സരം എന്ന് പറയുന്നത് ഒരു നല്ല മത്സരം എറണാകുളം കാണും. എങ്ങനെയാകും എറണാകുളം ഇത്തവണയും വിലയിരുത്തുക എന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഇടുക്കിയിലോട്ടാണ്. ഭാഗ്യത്തിന് നമുക്ക് രണ്ട് സ്ഥാനാർത്ഥികളെയും ഞങ്ങൾ ഇന്ന് ഇടുക്കി കയറാതെ, ഭാഗ്യത്തിന് എന്ന് പറഞ്ഞാൽ യാത്ര ഞങ്ങൾ ഇത്രയും യാത്ര ചെയ്ത് വരുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ മൂന്നാറും അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ഒക്കെ ഞങ്ങളെ മനസ്സിലുണ്ടായിരുന്നു, ഇങ്ങനെ മാടി വിളിച്ചിരുന്നു. അപ്പൊ എന്തായാലും മൂവാറ്റുപുഴ തൊടുപുഴ ഭാഗത്ത് വെച്ച് രണ്ട് സ്ഥാനാർത്ഥികളെയും കണ്ടെത്തി. ആദ്യം നമ്മൾ ജോയ്സ് ജോർജിനെ, അവരുടെ മണ്ഡലത്തിൽപ്പെട്ട അവരുടെ മണ്ഡലത്തിൽപ്പെട്ട മൂവാറ്റുപുഴ തൊടുപുഴ ഭാഗം ജോയ്സ് ജോർജിനെയാണ് നമ്മൾ കണ്ടത്. 1-1 നിൽക്കുകയാണ്. ഇനിയൊരു വിജയം എന്തായിരിക്കും ഒരു 3 പിന്നെ ത്രിദിന പരമ്പരയിൽ അല്ലെ 3 മത്സരങ്ങൾ അടങ്ങിയ ഒരു ടെസ്റ്റ് പരമ്പരയിൽ 1-1 സമനിലയിൽ നിൽക്കുകയാണ്. അപ്പൊ ഫൈനൽ മാച്ച് എന്താവും എന്നുള്ളതാണ്. അതില് ജോയ്സിന് യാതൊരു സംശയമില്ല. ഈ തവണ പിന്നെ കഴിഞ്ഞ തവണയും ഈ പറഞ്ഞതിനേക്കാൾ കൂടി വലിയ ഭൂരിപക്ഷമായിരുന്നു ഡീൻ. 1,71,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഡീനിനുണ്ടായിരുന്നു. അതൊന്നും ഒരു വിഷയമല്ല. ഇത്തവണ ആളുകൾ വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. പഴയ MP, അതായത് 2014 മുതൽ 19 വരെ ഉണ്ടായിരുന്ന MP-യുടെയും 19 മുതൽ 24 വരെ ഉണ്ടായിരുന്ന MP-യുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തും ജനങ്ങൾ എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വന്യമൃഗ ആക്രമണം ഒരു വിഷയമായി വരുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും തൻ്റെ കയ്യിൽ അത് എന്താ പറയാ, അത് പരിഹരിക്കാനൊരു പദ്ധതി പോലും തൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. പക്ഷേ സാർ, ഈ ജോയ്സ് ജോർജിന്റെ ആത്മവിശ്വാസത്തിൽ അത്ര വലിയൊരു പ്രതിപക്ഷ വെക്കേണ്ടതുണ്ട്. കാരണം ഹൈ റേഞ്ച് സംരക്ഷണ സമിതി നമുക്കറിയാം, അദ്ദേഹം ആദ്യം മത്സരിക്കാൻ വരുമ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്നു. അന്ന് ഇടുക്കിയിലെ ജനങ്ങൾ ഏതാണ്ടെല്ലാം അദ്ദേഹത്തിനൊപ്പം നിന്നു. അല്ലെങ്കിൽ ആ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ അറിയാലോ. അതിന് ഒരുപക്ഷെ സഭയിലെ ആളുകൾ പോലും അന്ന് അദ്ദേഹത്തിനൊപ്പം നിന്നു. ആ ഒരു സാഹചര്യം ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു സംശയകരമാണ്. അതാണ് പിന്നീട് നമ്മളോട് സംസാരിച്ച ഡീൻ പറഞ്ഞതും. അതൊരു വൺ ടൈം ഫിനോമിനൻ ആയിരുന്നു എന്നുള്ളതാണ്. ആ സമയത്തെ സാഹചര്യത്തിൽ സംഭവിച്ചതാണ് എന്നുള്ളതാണ്.
പക്ഷേ ജോയ്സ് അത് സമ്മതിക്കുന്നില്ല. ജോയ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കളം പിടിക്കും എന്നുള്ള നിലയിൽ തന്നെയാണ് ജോയ്സിന്റെ. അദ്ദേഹം കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ തന്നെ സജീവമായിരുന്നു, ഇല്ലാന്ന് പറയാൻ കഴിയും. മഹേഷ് പറഞ്ഞ കാര്യത്തിൽ ഒരു സംഗതി ഇല്ലാതില്ല. ഒരു പ്രത്യേക ഘട്ടത്തിൽ സഭ ഇപ്പൊ കുറെയൊക്കെ കോംപ്രമൈസ്ഡ് ആണ്. ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ അന്ന് പി.ടി. തോമസിന്റെ നിലപാട്, പി.ടി. തോമസ് അവിടുന്ന് മാറേണ്ടി വരുന്നു. പി.ടി. തോമസ് ആണെങ്കിൽ അവിടെ മത്സരിപ്പിക്കാൻ സഭ സമ്മതിക്കില്ല. അത്തരം കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി പി.ടി. തോമസ് അവിടുന്ന് മാറുന്നു, ഡീൻ വരുന്നു. അപ്പൊ അതിന്റെ എല്ലാം കൂടിയുള്ള ഒരു പ്രയാസം, വന്യമൃഗ പ്രശ്നം ഒരു വലിയ കാര്യമായി വരും. പ്രത്യേകിച്ച് ഒരു 5-6 താലൂക്കുകൾ തന്നെ വലിയ പ്രശ്നങ്ങളുള്ള മേഖലയാണ്. നമ്മൾ കോതമംഗലത്ത് കഴിഞ്ഞ തവണ ഡീൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ സമരം കണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് ഈ പാർലമെന്റിനകത്ത് ഇത് സംബന്ധിച്ചുള്ള ഒരു ചർച്ച വന്നപ്പോൾ അല്ലെ അദ്ദേഹം അതിൽ കൃത്യമായി ഇടപെട്ടു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് MP ഫണ്ട് ഉപയോഗിക്കുന്നതിൽ വലിയൊരു ശതമാനവും ഇത്തരം മേഖലകളിലേക്ക് ഇനി വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ചെയ്യും എന്നും പറഞ്ഞു. അല്ല, അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മഹേഷ് ശ്രദ്ധിച്ചല്ലോ. അതായത് പിന്നെ ഈ CAA ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിരുദ്ധ ബില്ലുകൾ പലതും വന്ന സമയത്ത് ഡീൻ സഭയിൽ ഉണ്ടായിരുന്നില്ല, അത് വോട്ട് ചെയ്തിട്ടില്ല എന്ന തരത്തിലുള്ള പ്രചാരണമുണ്ട്. അത് ഡീൻ പറയുന്നത് പച്ചക്കള്ളമാണ് എന്നാണ്. എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുണ്ട്, ഞാൻ മാനഹാനിക്ക് കേസ് കൊടുക്കും എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കാണ് ഇപ്പോൾ എന്താ പറയുക, ഒരു വീറും വാശി. നമ്മൾ മലയോര മേഖലകളിൽ നിന്ന് അതിങ്ങനെ അരിച്ചിറങ്ങി നമ്മളുടെ അടുത്തേക്ക് എത്താൻ കുറച്ച് താമസിക്കും. പക്ഷെ ഭയങ്കര പോരാട്ടം തന്നെയാണ്, നല്ല ഫൈറ്റാണ്. പ്രത്യേകിച്ച് ഇതിന് കിഴക്കൻ മേഖലയിൽ പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് കിടക്കുന്ന ഇടുക്കിയിലെ പ്രദേശങ്ങളിലെല്ലാം കൃത്യമായി രാഷ്ട്രീയം അറിയുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇപ്പോഴും പിന്നെ ഇത് തന്നെയാണ്. അതായത് എന്താ പറയാ, പിന്നെ ഈ കസ്തൂരി രംഗൻ പ്രശ്നങ്ങൾ തന്നെയാണോ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സംഗതിയാണ്. ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അത് വന്യമൃഗ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, പിന്നെ വന്യജീവി ആക്രമണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഏതാണ് അവിടുത്തെ ജനങ്ങൾ ഇത്തവണ വോട്ടിന് വേണ്ടി ഉപയോഗിക്കാൻ, വോട്ടിന്റെ കാരണമായി അവർ കാണുന്നത് ഏതായിരിക്കും? വളരെ നിർണായകമായ ഒരു കാര്യം തന്നെ. എന്തായാലും ഇടുക്കിയിൽ ഒരുപക്ഷെ എറണാകുളത്ത് കാണുന്നത് പോലെയല്ല ടൈറ്റ് ഫൈറ്റ് എന്ന് പറയാവുന്ന ഒരു രീതി തന്നെയാണ്. 2 സ്ഥാനാർത്ഥികളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും സാർ 2 പേർക്ക് ഉള്ളിൽ ഭയമുണ്ട് എന്ന് കൂടി നമ്മളോട് കരുതേണ്ടിയിരിക്കുന്നു. ഇടുക്കിയുടെ മനസ്സ് എങ്ങോട്ടാകും എന്നുള്ളതാണ് സാർ. നമ്മളപ്പം ഇടുക്കിയും എറണാകുളം ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിൽ നമ്മൾ പകുതി പിന്നിട്ടു. ഇനിയിപ്പോ നോക്കാം, 10 മണ്ഡലങ്ങൾ കൂടി ബാക്കി നിൽക്കുന്നു. ആ മണ്ഡലങ്ങളിലേക്കുള്ള യാത്രയാണ്. പക്ഷെ കൊള്ളാമല്ലേ മഹേഷ്, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു കേരളത്തെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദേശത്തെ പറഞ്ഞും എന്ന് തന്നെയാണ്. മാത്രമല്ല ഞങ്ങൾ എനർജി ലെവലിൽ ഒരു കുറവുമില്ല. ഇത് തിരുവനന്തപുരം എത്തുന്നവരെ ഇതേ ലെവലിൽ തന്നെ ഞങ്ങളുടെ ടീം, നമ്മുടെ ക്യാമറ ടീം, ബിബിൻ ജെയിംസ്, അതുപോലെ തന്നെ ഷെഫീഖ് ഉൾപ്പെടെ നജാദ് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ടീമുകൾ എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ എനർജിക്ക് ഒരു കുറവും ഉണ്ടാവില്ല. ഞങ്ങൾ അതിഗംഭീരമായി യാത്ര ചെയ്യുക. നിങ്ങളും ആ എനർജി നിലനിർത്തുക, ഞങ്ങളെ കാണുക. ഓക്കെ, നാളെ കാണാം. കോട്ടയത്തേക്കാണ് സാർ, ആലപ്പുഴയ്ക്കാണ്? നമുക്ക് കോട്ടയത്തേക്ക് പോകാം. കോട്ടയത്തങ്ങാടി കാണാം. ബൈ ബൈ.